കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഞങ്ങൾ ആലപ്പുഴ ബോട്ടിങ്ങിന് പോയിട്ടോ. അപ്പോൾ ഇവർ കുറച്ച് പേര് കൊച്ചിയിലും പിന്നെ ഞാനും ഇവിടുന്ന് പിന്നെ മൂവാറ്റുപുഴയിൽ നിന്നും കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയായിട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് വന്നവരെ കണ്ടത്. അതാണ് ഞങ്ങൾ ഈ ഹഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പ് വഴി ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് യൂട്യൂബിൽ വന്നതിന് ശേഷം കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അതാ ആലപ്പുഴ ബോട്ടിങ്ങിന് കയറിയേക്കാണ്. വലിയ ബോട്ടൊന്നും അല്ല കേട്ടോ, ചെറിയ ബോട്ടിങ്ങാണ്. നമ്മൾ 9 പേരാട്ടോ ഉണ്ടായത്. 9 പേർക്ക് കയറാൻ പറ്റിയ ബോട്ടിങ്ങാണ് കേട്ടോ. 9 പേർക്കൊന്നും അല്ല, അതിലും കൂടുതൽ പേർക്കും കയറാം. എങ്കിലും ഞങ്ങളിതാ എല്ലാവരും ബോട്ടിങ്ങിലൊക്കെ കയറി അടിച്ചു പൊളിച്ചു. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ എൻ്റെ കൂടെ നിസാമോളാട്ടോ വന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെ ഒരു മോനുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു കൂട്ടുകാരിയുടെ കൂടെ അവരുടെ മക്കളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതാ അവിടെ ഐസൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ചോക്കോ ബാറോ മാംഗോ ബാറൊക്കെ വേണമെങ്കിൽ വരും. ഈ നല്ല രസമായിരുന്നു കേട്ടോ ഈ ബോട്ടിങ്ങിൽ ഇങ്ങനെ വെള്ളത്തിലൂടെ കറങ്ങി നടക്കാനായിട്ട്. അപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മൾ ഊണ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോകും കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് ഊണൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ബോട്ടിങ്ങിൽ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ കായലിൻ്റെയും ഒക്കെ നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ വെള്ളത്തിൽ കൂടി നടക്കാം കേട്ടോ. അപ്പോൾ നിസ്സാര പൈസയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് വലിയ താങ്ങാൻ പറ്റാത്ത റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയതിൻ്റെ ഒരു സന്തോഷവും കൂടി വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇവരെല്ലാവരും തന്നെ യൂട്യൂബേഴ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെ തിരക്കുകളൊക്കെ ആയിട്ടോ. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ. ഇപ്പോൾ ഇതുപോലെ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ വരും കേട്ടോ. നമുക്കതിൽ കയറുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊന്നും കയറിയില്ല. പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിട്ടോ. ഊണ് കഴിക്കാനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു. അതുപോലെ ഒരു സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ കക്കയിറച്ചി ഫ്രൈ ആയിട്ടോ മേടിച്ചത്. പിന്നെ അതൊക്കെ കഴിച്ചു, ഊണൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ ബോട്ടിങ്ങിന് കയറി അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നിസാമോളുണ്ട് കേട്ടോ എൻ്റെ കൂടെ. നിസാമോൾ ചോറൊക്കെ കഴിക്കുകയാണ്. മീൻ കറി അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കിടക്കുന്ന ബോട്ടുകളില്ലേ, ഇങ്ങനെയുള്ള ബോട്ടിലാട്ടോ ഇപ്പോൾ ഞങ്ങൾ കയറിയേക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് മേളിലാട്ടോ. അപ്പോൾ മേളിലിരുന്നാലും ഇതുപോലെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഒരു ചെറിയൊരു ടൂറായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ആലപ്പുഴ ബോട്ടിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ പോയതാട്ടോ. പിന്നെ വേറെ എന്താ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ഓരോരോ സന്തോഷങ്ങളാണല്ലേ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിച്ച് അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ പോകാറുണ്ടോ, നിങ്ങൾക്ക് ഇതുപോലെ പോകുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് മറ്റുള്ള ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ എന്ത് രസമാണെന്നോ അങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇത് ആലപ്പുഴ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. എല്ലാവരും യൂട്യൂബേഴ്സ് ആണല്ലോ. കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. 3 മണി വരെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നത്. 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രെയിനും അവർ ബസ്സിലുമായിട്ട് പോന്നു കേട്ടോ.